മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് പുറംലോകം അറിയാത്ത ക്രൂരതകൾ ഫലസ്തീനികൾ നേരിടുന്നുണ്ടെന്നും അവിടെ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങൾ എന്താണെന്നറിയാൻ ഫലസ്തീനെ സ്നേഹിക്കുന്ന ഇന്ത്യൻ ജനത ശ്രമിക്കണമെന്നും ഫലസ്തീൻ ജനതയോട് മലയാളികൾ കാണിക്കുന്ന ഐക്യദാർഢ്യം നിസ്തുലമാണെന്നും ഫലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബു ഷാവിഷ് KTM കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറബിക് വിഭാഗവുമായി സഹകരിച്ച് നടത്തുന്ന 4ാമത് ഒക്കാസ് അറബിക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ജനതയും പ്രത്യേകിച്ച് മലയാളികളും ഫലസ്തീനികളോട് അങ്ങേയറ്റം ഐക്യദാർഢ്യം കാണിക്കുകയും ഫലസ്തീൻ്റെ പുനരുദ്ധാരണത്തിൽ ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നവരാണെന്നും കേരളത്തിൽ കലകൾ പോലും ഇന്ന് ഫലസ്തീന് അനുകൂലമാകുന്ന വിധത്തിൽ മാറിയെന്നത് ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ പ്രയാസപ്പെട്ടും ദുരിതങ്ങൾ അനുഭവിച്ചുമാണ് ഫലസ്തീനുകൾ ജീവിക്കുന്നതെന്നും ഇന്ത്യൻ ജനതയും പ്രത്യേകിച്ച് മലയാളികളും ലോകത്തുള്ള മനുഷ്യസ്നേഹികളായ ആളുകളും നൽകുന്ന പിന്തുണയും പ്രാർത്ഥനയും സഹായവുമാണ് ഫലസ്തീനികൾക്ക് ആശ്വാസമാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളികൾ നൽകുന്ന പിന്തുണയ്ക്ക് ഫലസ്തീൻ ജനത എന്നും കടപ്പെട്ടിരിക്കും. ഇന്ത്യൻ ജനതയുമായി യാസർ അറാഫത്തിന്റെ കാലം തൊട്ട് തന്നെ ഫലസ്തീനികൾ അടുത്ത ബന്ധമുള്ളവരാണെന്നും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഫലസ്തീന് അനുകൂലമായ നിലപാടെടുക്കുന്നത് പ്രശംസനീയമാണെന്നും ഫലസ്തീൻ അംബാസഡർ കൂട്ടിച്ചേർത്തു. ദാറുൻ നജാത്ത് ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M. ഉമ്മർ അധ്യക്ഷത വഹിച്ചു. ദാറുൻ നജാത്ത് സെക്രട്ടറി വാക്കോട് മെയ്തീൻകുട്ടി ഫൈസി, വൈസ് പ്രസിഡന്റ് പുത്തനഴി മൊയ്തീൻ ഫൈസി, ദാറുൻ നജാത്ത് ട്രഷറർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, മാനേജർ NK അബ്ദുറഹ്മാൻ, രാജൻ കരുവാരകുണ്ട്, A. അബ്ദുറഹ്മാൻ ഫൈസി, T. മുഹമ്മദ് മാസ്റ്റർ, നിയുക്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. ഉണ്ണീൻകുട്ടി, CT അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ MK അബ്ദുറഹീം, കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ NK മുഹമ്മദ് അസ്ലം, ഡോക്ടർ EK മുഹമ്മദ് അസ്ലം എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളോട് അഫിലിയേറ്റ് ചെയ്ത 50ലധികം കോളേജുകളിൽ നിന്നുള്ള 500ലധികം മത്സരാർത്ഥികൾ 2 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കും. إن وجودي بينكم اليوم يكتسب معنى خاصا لأنني أزور مؤسسة علمية قامت على فكرة نبيلة ورؤية بعيدة، رؤية آمنت بأن العلم هو السبيل الأصدق لنهضة الإنسان، وأن اليتم الحقيقي ليس فقدان. لقد شكل مركز دار النجاة الإسلامي منذ تأسيسه نموذجا ملهما في تحويل التحدي. عمر الأمين العام لمركز دار النجاة الإسلامي، الأستاذ محي الدين توتي الفيضي الأمين العام مركز دار النجاة الإسلامي، الأستاذ عبد الحميد الفيضي أمين الصندوق مركز دار النجاة الإسلامي، والأستاذ محي الدين الفيضي نائب الرئيس مركز دار النجاة الإسلامي، السيد عبد الرحمن منكاف المدير مركز دار. It is my privilege to represent the management of KTM College of Advanced Studies as we launch 3rd edition of International Arabic Fest Ocas. Silently for their motherland, we will always keep the children of Palestine in our prayers. By naming this first Ocas, we are leaving a legacy. In history, Souk Ocas was not just a market. Today, by gathering students from all over Kerala for these 3 days competition, we are recreating a marketable ideas here in Karuvarakund. We must recognize that Arabic is no longer just a language. Kerala Language First, Arabic Language First in the inauguration, അതും രാജ്യം ശ്രദ്ധിക്കുന്ന ഫലസ്തീൻ അംബാസഡറിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ സാധിച്ചത് അതിന്റെ മഹാനായ KT ഉസ്താദിനെ ഈ സ്ഥാപനത്തോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം വ്യക്തമാക്കുന്നതാണ് എന്ന് വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അത്തരം ഒരു സദസ്സാണിത്. അതിന് ഇതിന്റെ സംഘാടകരെ, അദ്ദേഹത്തെ ക്ഷണിച്ചവരെയും ഇത് സംഘടിപ്പിച്ചവരെയും മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. ദാറുൽ നജാത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ
ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ ലാംഗ്വേജ് ഫെസ്റ്റിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ Abdullah Abu Shabir, Sayyid Umar Sahib Al-Amin Al Markaz Dar Najat Al-Islami, أرحبكم ترحيبا حارا إلى هذه المناسبة الجميلة. وأولا أتشرف ويسعدني سعادة طيبة لحضور سعادة السيد عبد الله أبو الشبير. أرحبكم ترحيبا حارا أيها السعادة، وأشكركم شكرا جزيلا لحضوركم للمشاركة هذا المجلس الكريم. نحن اليوم نحتفل رقاب المسابقة الأدب العربي بمناسبة اليوم العالمي للغة العربية، وفي هذه المناسبة الطيبة الكريمة التي زانها السفير الفلسطيني السعادة عبد الله أبو الشبير، ولحضوره الكريم، وأدعو له الصحة والعافية. كلية KTM لدراسات المتقدمة هي مؤسسة تابعة لجامعة كاليكوت، وهي تعمل تحت مظلة مركز دار النجاة الإسلامي الذي أسسه الأستاذ كيتيمان مسليا، وكان عالما ذكيا وخطيبا فصيحا وكاتبا حاذقا وشاعرا بادعا. وبالإضافة إلى هذه واستطاع له أن يساهم مساهمة فعالة في إحياء التراث الديني والتعليم الإسلامي في ولاية كيرلا.